ജങ്കുക്കിന്റെ മിലിറ്ററിയിൽ ആരാണ് ബുള്ളിങ് ചെയ്തത്? ജങ്കുക്കിന്റെ ഹെൽത്തിന് എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ കുറച്ച് കമന്റ്സ് ഒക്കെ നമ്മുടെ വീഡിയോസിന്റെ അടിയിലൊക്കെ ആർമീസ് കൊണ്ടിടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ കമന്റ് നോട്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഫസ്റ്റ് ഓഫ് ഓൾ ജങ്കുക്കിനെയും ബുള്ളിങ് ചെയ്തെന്നുള്ളൊരു ന്യൂസ് ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ അറിയുന്നത് ഈ ആർമീസ് ഇട്ട കമന്റിൽ നിന്നാണ്. ബിടിഎസ് അപ്ഡേഷൻസ് ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്ന ആൾക്കാരാണ് ഞങ്ങൾ. സോ ഈ ന്യൂസ് ഞങ്ങൾക്ക് ഷോക്കായി പോയി. കാരണം ഇങ്ങനെ ഒരു ന്യൂസിനെ പറ്റി ഇതുവരെ ഒരു ട്രസ്റ്റഡ് സോഴ്സിലും വന്നിട്ടില്ല. ഒരു 5 days ആയിട്ട് നിരവധി ആർമീസ് നമ്മളോട് ജങ്കുക്കിന്റെ മിലിറ്ററിയിൽ എന്താണ് സംഭവിച്ചെന്നുള്ള സെയിം ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ആർമീസ് ഇതിനെപ്പറ്റി എന്തെങ്കിലും വീഡിയോസ് കണ്ടിട്ടോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടോ ആയിരിക്കുമല്ലോ കമന്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ശരിക്കും എന്താണ് ഇതിന് പിന്നിലെന്ന് സത്യം അറിയാൻ വേണ്ടി ഞങ്ങൾ സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഫസ്റ്റ് ബിടിഎസ് ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സോഴ്സിൽ നമ്മൾ നോക്കി. അവിടെ ഒന്നും ഇതിനെപ്പറ്റി ഒരു ന്യൂസും ഇല്ല. അത് മാത്രമല്ല ജങ്കുക്കിനെ ബുള്ളിങ് ചെയ്തെന്ന് പോലുള്ള ഒരു കേസ് എന്നൊക്കെ പറയുമ്പോഴത്തേന് അത് എത്രമാത്രം സോഷ്യൽ മീഡിയയിലൊക്കെ വരേണ്ട കേസാണ്. നമുക്കറിയാവുന്നതാണല്ലോ. ഇന്നലെ ആണെങ്കിൽ തന്നെ യോണ്ടാന്റെ ന്യൂസ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടപ്പോൾ അത് എത്രമാത്രം വേൾഡ് വൈഡ് ട്രെൻഡിങ് ആയിരുന്നു ആ ന്യൂസ്. മോസ്റ്റ് ആർമീസും അത് അറിഞ്ഞിട്ടുണ്ട്. സോ ജങ്കുക്കിന്റെ ഈ ബുള്ളിങ് കേസിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ കുറച്ചെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ട്രസ്റ്റഡ് സോഴ്സിൽ ഒന്നും നോക്കിയിട്ട് കിട്ടിയില്ല. നേരെ ഞങ്ങൾ യൂട്യൂബിൽ ചെന്നപ്പോൾ അവിടെ കിടക്കുന്ന ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ്. ആ വീഡിയോസിലൊക്കെ കാണിക്കുന്നത് ഒരു ക്ലിപ്പാണ്, മിലിറ്ററിയിൽ നിന്നുള്ള ഒരു ക്ലിപ്പാണ്. അത് ആരാണെന്ന് എന്താണെന്ന് ഒന്നും മനസ്സിലാവും. നമുക്കറിയാലോ ടിക്ടോക്ക് ആൾക്കാർ എത്രമാത്രം വീഡിയോസ് എടുക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ആകാം. അതിനൊരു കൺഫർമേഷൻ ആകാത്തൊരു വീഡിയോ ആണ്. അത് ജങ്കുക്കാന്ന് പറഞ്ഞാണ് യൂട്യൂബിലെ ആൾക്കാരൊക്കെ ഇത് വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ജങ്കുക്കിനെ ആരെങ്കിലും ബുള്ളിങ് ചെയ്തെന്ന് ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അത് ജങ്കുക്കാണെങ്കിൽ അത് എത്രമാത്രം പ്രശ്നമാകും എന്നുള്ളത് ഇതിനൊരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഏതെങ്കിലും ബിടിഎസ് മെമ്പേഴ്സ് ഏതെങ്കിലും മറ്റൊരാളുടെ പോസ്റ്റിന് ലൈക്ക് ചെയ്യോ കമന്റ് ചെയ്യോ അതൊക്കെ എല്ലാവരും അറിയാറുണ്ട്. കാരണം അതുവരെ ഒരു ട്രെൻഡിങ് ആയിട്ട് ഇറങ്ങുന്ന ന്യൂസ് ആയിട്ട് മാറാറുണ്ട്. അപ്പൊ ഇതുപോലൊരു ബുള്ളിങ് കേസ് ജങ്കു കാണുന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം പ്രശ്നമാകും, എത്രമാത്രം അതിനെക്കുറിച്ചുള്ള ന്യൂസ് ഇറങ്ങും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ സോഴ്സ് നോക്കുവാണെങ്കിൽ നമ്മൾ യൂട്യൂബാണ്, പിന്നെ കുറച്ച് ഇൻസ്റ്റാഗ്രാം മാത്രമാണ്. അത് അറ്റൻഷന് വേണ്ടി അതുപോലെ തന്നെ വ്യൂസിന് വേണ്ടി മാത്രം ഇറക്കുന്ന ന്യൂസുകളാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും ഫേക്ക് ആണ്. ഏതോ ഒരു ക്ലിപ്പ് എടുത്ത് വന്നിട്ട് അത് ജങ്കുക്കാണെന്ന് പറഞ്ഞ് ഫേക്ക് ന്യൂസ് ഇറക്കിയിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കുറെ ആർമീസ് ഒക്കെ ഇത് വിശ്വസിച്ചവരും ഉണ്ട്. ഇതുപോലെ ഒരു വീഡിയോ കാണുമ്പോൾ അത് ജങ്കുക്കാണെന്ന് കരുതിയിട്ട് ജങ്കുക്കിനോടുള്ള ഇഷ്ടം കൊണ്ട് പെട്ടെന്ന് അവര് ഷോക്ക് ആകും ഈ വീഡിയോ കാണുമ്പോൾ. അപ്പൊ അത് ജങ്കുക്കാണെന്ന് വിശ്വസിച്ചിട്ട് അയ്യോ ജങ്കുക്കിന് ഇങ്ങനെ പറ്റിയല്ലോ അങ്ങനെ കരുതുന്നവരും ഉണ്ട്. നമ്മുടെ ചാനലിൽ വന്ന് കംപ്ലീറ്റ് ആർമീസിനോട് നന്ദിയേ പറയാനുള്ളൂ. പക്ഷെ കാരണം ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസും ക്ലിപ്സ് ഒക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റി. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് ഫേക്ക് ആണെന്ന് കണ്ടുപിടിക്കാനും പറ്റിയത്. പിന്നെ നിങ്ങളുടെ സമാധാനത്തിന് ഒരു കാര്യം കൂടി പറയാം. ജങ്കുക്കിന്റെ സ്റ്റാറ്റസ് എത്ര ഹൈ ആണ്. മാത്രമല്ല ബിടിഎസിലെ ഓരോ മെമ്പേഴ്സും കൊറിയയെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. അവർക്ക് ഗാർഡ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉള്ളവരാണ്. ഇത്രയും വലിയ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളെ മിലിറ്ററിയിൽ ബുള്ളിങ് ചെയ്യുവോ? ജങ്കുക്ക് അല്ലാതെ ഈയിടെ ഇൻസ്റ്റയിൽ ബമ്മിന്റെ അക്കൗണ്ടിൽ ന്യൂ പോസ്റ്റും ഇട്ടിരുന്നു. കൂടാതെ അവരുടെ ബേസിൽ നിന്നും ഡിസ്ചാർജ് ആയ ഒരു മിലിറ്ററി മെമ്പറിന് ജങ്കുക്ക് ഓട്ടോഗ്രാഫും കൊടുത്തിരുന്നു. സോ ജങ്കുക്കിന്റെ മിലിറ്ററിയിൽ ആരൊക്കെയോ ബുള്ളിങ് ചെയ്തെന്നുള്ളത് കട്ട ഫേക്ക് ന്യൂസ് ആണ്. ബിടിഎസിന്റെ കൺഫർമേഷൻ ആയിട്ടുള്ള ന്യൂസ് ഒക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും.